നമസ്കാരം. വട്ടമേശ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് ഇന്ത്യയിലെ ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ഥിതിയെക്കുറിച്ചാണ്. എന്താണ്, എവിടേക്കാണ് ഇന്ത്യയിലെ ദളിത് ന്യൂനപക്ഷങ്ങൾ നീങ്ങുന്നത്? ഈ കഴിഞ്ഞ ദിവസം കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി കർണാടക സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നീങ്ങുകയാണ്. ഒരു 3 ദിവസത്തെ സമ്മേളനം വിളിച്ചുകൂട്ടി. ഒരു പ്രത്യേകമായ ഒരു ദളിത് കേന്ദ്രീകൃത സമ്മേളനം, അംബേദ്കറെക്കുറിച്ചുള്ള ഒരു സമ്മേളനം. അതിൻ്റെ ലക്ഷ്യമിടുന്നത് കോൺഗ്രസിൻ്റെ അടുത്ത രാഷ്ട്രീയ നീക്കം ദളിത് അടിസ്ഥാനത്തിലുള്ള ഒരു പ്രചാരണത്തിലൂടെയായിരിക്കും. എന്തിനും ഏതിനും ദളിതരെ വേണം. BJP ആവട്ടെ ഒരു പടി കൂടെ കടന്ന് ദളിത സമുദായത്തിൽ ജനിച്ച രാംനാഥ് കോവിന്ദിനെ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം എന്ന ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. പക്ഷേ എവിടെയും ദളിതരും ന്യൂനപക്ഷങ്ങളും അധിക്ഷേപിക്കപ്പെടുകയാണ്. സമൂഹത്തിലെ വരേണ്യവർഗം, ഉന്നതവർഗം അവരെ ചവിട്ടിത്തേക്കുന്നു, ഭീകരമായ ആക്രമണങ്ങൾക്ക് ഇരയാക്കുന്നു. എവിടെയാണ് ഇന്ത്യയിൽ ദളിതർ ഇന്ന്, ന്യൂനപക്ഷങ്ങൾ ഇന്ന്? വട്ടമേശ ചർച്ചയിൽ പങ്കെടുക്കുന്നത് MS കുമാർ, BJP ദേശീയ സമിതി അംഗം, CP ജോൺ, CMP ജനറൽ സെക്രട്ടറി, AA റഹീം, DYFIയുടെ കേന്ദ്ര സമിതി അംഗം, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, ഡോക്ടർ ജയപ്രഭാഷ്, കേരള സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലർ, പൊളിറ്റിക്സ് വകുപ്പിൻ്റെ മുൻ പ്രൊഫസർ. ചർച്ച ആരംഭിക്കുന്നു. ആദ്യം MS കുമാർ. എവിടെയാണ് ഇന്ത്യയിൽ ഇന്ന് ദളിതരും ന്യൂനപക്ഷങ്ങളും, പ്രത്യേകിച്ച് BJP ഭരണത്തിൽ? അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാതൽ. ദളിതരും ന്യൂനപക്ഷങ്ങളും എന്ന ആ ഒരു കോമ്പിനേഷൻ തന്നെ ശരിക്കും പറഞ്ഞാൽ അത് തന്നെ പൊളിറ്റിക്സാണ്. അതിൻ്റെ ആവശ്യമില്ല. ദളിതരുടെ കാര്യത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 70 വർഷമായി ഇന്ത്യ സ്വതന്ത്രമായിട്ട്. പക്ഷേ ദളിതർ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണോ, അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾക്കൊപ്പം അവർ ഉയർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അങ്ങനെ സംശയമുണ്ട്. ഉയർന്നിട്ടില്ല തന്നെ, തീർച്ചയായിട്ടും. ബോധപൂർവമായ ശ്രമങ്ങൾ കൊണ്ട് മാത്രമേ അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അത് BJP ഭരണത്തിൽ മാത്രം അവർ എന്തെങ്കിലും അവശത അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലും BJPയുടെ ഭരണകൂടം എന്ന നിലയിലും പരമാവധി കൈകൊടുത്ത് ദളിത് വിഭാഗങ്ങളിൽപ്പെട്ടവരെ ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എനിക്കറിയില്ല വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ഭരണഘടനയിൽ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ നിർബന്ധമായും ഭാരവാഹികളുടെ കൂട്ടത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകണം എന്ന് അനുശാസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. BJPക്കുണ്ട്. BJPയുടെ ഒരു ബൂത്ത് കമ്മിറ്റി മുതൽ അഖിലേന്ത്യാ കമ്മിറ്റി വരെ ഭാരവാഹിയും സ്റ്റേറ്റ് കമ്മിറ്റി, ഏത് കമ്മിറ്റിയിലും നിർബന്ധമായിട്ടും ഇത്ര ശതമാനം ഭാരവാഹികളാണെങ്കിൽ 2 പേര് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. ഇങ്ങനെ ബോധപൂർവമായ ശ്രമം തന്നെ ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിച്ചുകൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നു വന്നെങ്കിലും അപ്രതീക്ഷിതമായി BJPയുടെ ഒരു മുന്നണി നേതാവായിരുന്നു അദ്ദേഹം. പലതരത്തിലും പുറമേ അറിയപ്പെട്ടില്ലെങ്കിലും BJPയുടെ പലതരത്തിലും ഉത്തരവാദിത്തോടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ദേശീയ വക്താവായിരുന്നു പാർട്ടിയുടെ. അപ്പോൾ അദ്ദേഹം ആണ് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള കുറേയൊക്കെ നമ്മുടെ ഒരു ശ്രമഫലമായി കൂടി മാത്രമേ അവരെ ആ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. BJP മാത്രം വിചാരിച്ചാൽ അവരെല്ലാം മുമ്പ് എത്തുമെന്ന് നമ്മൾ കരുതുന്നില്ല. വെറും വോട്ട് ബാങ്ക് ആക്കി അവരെ നിർത്തുക അല്ല വേണ്ടത്. എല്ലാ തലത്തിലും എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മറ്റു വിഭാഗങ്ങൾക്കൊപ്പം അവരെ എത്തിക്കണം. ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയൊന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇല്ല. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായ മുസ്ലിം ന്യൂനപക്ഷവും ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമാണ്. എല്ലാ രംഗത്തും അവർ മറ്റു വിഭാഗങ്ങൾക്കൊപ്പം എത്തിയിട്ടുണ്ട്. അവശതകളുള്ളവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് പക്ഷേ ഭൂരിപക്ഷ ജനവിഭാഗത്തിലും അതുണ്ട്. അതായിപ്പോയതുകൊണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളായിപ്പോയതുകൊണ്ട് എവിടെയെങ്കിലും അവശതയോ അവഗണനയോ പീഡനമോ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങൾക്ക് പൊരുത്തപ്പെടുന്നതല്ല. അല്ല, BJPയുടെ വക്താവ് കൂടിയായ MS കുമാറിന് അങ്ങനെ പറയാൻ പറ്റൂ. CP ജോൺ, എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്? ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നല്ല ഭാഷ, സുന്ദരമായ ആശയം, ഭംഗിയായി. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് ആകേണ്ടതാണ്. ജോൺ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇന്നത്തെ ദളിത് ക്വസ്റ്റ്യൻ, മൈനോറിറ്റി ക്വസ്റ്റ്യൻ? ഇതാണല്ലോ ചർച്ചാ വിഷയം. അതെ. കുമാർ പറഞ്ഞത് ശരിയാണ്. ദളിതുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് നരേന്ദ്രമോദി വന്നുകൊണ്ടൊന്നുമല്ല, ചരിത്രപരമായ കാരണങ്ങളാണ്. പക്ഷേ BJP അല്ലെങ്കിൽ BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSSൻ്റെ ഐഡിയോളജി നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്.
അവരെ ഭയപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും അതിലൂടെ കീഴ്പ്പെടുത്തുകയും, അതൊരു ഫാസിസ്റ്റ് രീതിയാണ്. ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക. ഭയപ്പെടുത്തുന്ന ഒരു തമാശയ്ക്ക് വേണ്ടിയല്ല, കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ, സംവരണങ്ങൾ, അതൊക്കെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നില്ല. പക്ഷെ അവരുടെ സോഷ്യൽ ഐഡൻറ്റിറ്റിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് ഞങ്ങൾ ശരിയെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഭാരതീയമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ, ഭാരതീയമായിട്ട് യാതൊരു ബന്ധമില്ല, കുറച്ചും കൂടെ ഫാസിസ്റ്റുകളായിട്ടാണ് ബന്ധം. അതിൻ്റെ അകത്തേക്ക് അവരുടെ കാല് മുറിച്ച് ഞങ്ങളുടെ ചെരുപ്പിട്ട് കൊള്ളണം. അവരുടെ ഭക്ഷണം, അവരുടെ വേഷം, അവരുടെ രീതികൾ എന്തൊക്കെയാണോ അതൊന്നും തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ അടിക്കും. ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 67 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ 3 കൊല്ലത്തിനകത്ത്. ദളിതുകൾക്കെതിരെ അഴിഞ്ഞാടുകയാണ് ആളുകൾ. ഇപ്പം ലിഞ്ചിങ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ജനക്കൂട്ടം ആക്രമിച്ച് കൊല്ലുക. ഒരു സിംഹം ഒരു പശുവിനെ കൊന്നു. ആ കൊന്ന സിംഹത്തിൻ്റെ തോലുരിക്കാനായിട്ട് ആ തോലുരിക്കൽ കുലത്തൊഴിലായിട്ടുള്ള ആളവിടെ ചെന്നു. അവരെ ഒരു വണ്ടിയുടെ പുറകിൽ കെട്ടിയിട്ട്, നമ്മൾ പണ്ട് അമേരിക്കയിലൊക്കെ അടിമകളെ അടിച്ചിരുന്നതായിട്ട് കേട്ടിട്ട്, ഇവിടെയും പണ്ട് തെങ്ങിൽ പിടിച്ച് കെട്ടി അടിക്കുന്ന ഒരു രീതി ജന്മിത്വത്തിലുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കൽ മുതൽ അമേരിക്കയിലെ അടിമകളെ അടിക്കുന്നവരെയുള്ള 12 years a slave എന്ന സിനിമയിലൊക്കെ വളരെ ക്രൂരമായിട്ട് കാണിക്കുന്നത് അടിക്കുക എന്നുള്ളതാണ്, കൊല്ലുകയല്ല. കൊന്നാൾക്കൊരു ടെൻഷനുണ്ട്, അയാൾ കേസിൽ പ്രതിയാവുമല്ലോ. അപ്പോൾ ആ തരത്തിൽ അവരെ ക്രൂരപീഡനം ചെയ്യും. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ന്യൂനപക്ഷങ്ങളോ, അവർ ഇറച്ചി അവരെന്താ കഴിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കണം. ഒരാൾ ആട്ടിറച്ചി സൂക്ഷിച്ചു, അത് പശുവിറച്ചിയാന്ന് പറഞ്ഞു, അയാളെ കഥ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഒറ്റപ്പെട്ട സംഭവം എന്നൊരു പത്രവാർത്തയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഭാഷയുണ്ട്, ഒറ്റപ്പെട്ട സംഭവമല്ല, ഉടനീളം നടക്കുകയാണ്. ഗുജറാത്തിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഇന്ത്യയിൽ ഉടനീളം നടക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലും ഇന്നലെ ഹിന്ദുപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഒരു പശുവിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ, അവർ സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ, അല്ലെങ്കിൽ രീതികളുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയല. ഇനി ഇവിടെ കുമാർ പറഞ്ഞു ദളിതും മുസ്ലിമുമായിട്ട് വലിയ ബന്ധമില്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷമായിട്ട്. ആരാണ് ഈ ന്യൂനപക്ഷങ്ങൾ? ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെ പരമ്പരാഗത ഐത്താചരണ സമ്പ്രദായത്തെ നിരാകരിച്ച് നിവൃത്തിയില്ലാതെ, കമലിൻ്റെ സിനിമയിൽ കാണിച്ചില്ലേ തിരുവനന്തപുരം എന്താണെന്നുള്ളത്, സെല്ലുലോയിഡ്, നിവൃത്തികേട് കൊണ്ട് മറ്റു മതങ്ങൾ സ്വീകരിച്ചവരെ മഹാഭൂരിപക്ഷം പേരും. അംബേദ്കർ പോലും അങ്ങനെയായിരുന്നല്ലോ. അംബേദ്കർ ബുദ്ധമതത്തിലേക്കും മാറി. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നവർ ഐത്താചരണ സമ്പ്രദായത്തിൽ ഊന്നിയിട്ടുള്ള വികൃതമായ, ഞാൻ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വികൃതമായ ഫ്യൂഡലിസ്റ്റ് രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വയം മറ്റൊരു റിലീജിയസ് ഐഡൻറ്റിറ്റിയിലേക്ക് മാറിയവരാണ്. അതാണ് വിവേകാനന്ദോടെ എന്ന് പറഞ്ഞത്, ഭ്രാന്താലയം എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. നിങ്ങൾക്കൊരു പൊലയന് റോഡിൽ കൂടെ നടക്കാൻ വയ്യ, പക്ഷെ അദ്ദേഹം ക്രിസ്ത്യാനിയായാൽ പിന്നെങ്കിൽ നടക്കാം. അപ്പോൾ അവരതിലേക്ക് മാറി. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടുത്തെ ദളിതും ന്യൂനപക്ഷവും തമ്മിൽ ഒരു ഓർഗാനിക് റിലേഷനുണ്ട്. അവർ രണ്ടും ഒന്ന് തന്നെയാണ്. അവർ മതപരമായി ഒന്ന് മാറിയിരുന്നിട്ടും അവരെ വെറുതെ വിടുന്നില്ല, അവരെ ആക്രമിക്കുകയാണ്. റോസിയെ ഇവിടെ വരാൻ പോലും സമ്മതിച്ചിട്ടില്ല. 30കളിലാണ്. 30കൾ അത്ര വലിയ പഴയൊരു കാലമൊന്നുമല്ല. അത് മുതൽ ഇങ്ങോട്ട് എടുത്തെടുത്ത് വന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്തോ എന്നുള്ളത് മാത്രമല്ല, യാതൊരു സൗകര്യം ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പ്ലാനിംഗ് ബോർഡിലുള്ള സമയത്ത് കണ്ടൊരു അത്ഭുതകരമായ കാര്യം, എല്ലാ കമ്മ്യൂണിറ്റികളും മൈഗ്രേറ്റ് ചെയ്തപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാത്ത ഏക കമ്മ്യൂണിറ്റി ദളിത് കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൽ. 1% പോലും ദളിതുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല. 100 ആളിൽ 1 രൂപ പോലും അവർക്ക് വന്നിട്ടില്ല. അതിനുവേണ്ടി കഴിഞ്ഞ 12ാം പദ്ധതികൾ ഇട്ടെങ്കിലും അതിനെ എല്ലാ ഭരണാധികാരികളും ഫെയിൽ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, എന്തുകൊണ്ട് കേരളത്തിലെ ദളിതുകൾ ഐത്താചരണത്തിന് വിധേയമായിരുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ കേരളത്തിൽ ഇപ്പോൾ ശാരദാമണിയെപ്പോലുള്ള പ്രൊഫസർമാർ പഠിച്ചിട്ടുണ്ട്. അവർ സ്ലേവ്സ് ആയിരുന്നു, എഗ്രസ്റ്റിക് സ്ലേവ്സ് എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറത്തുണ്ടായിരുന്ന ജന്മം, പാട്ടം, കാണം എന്ന എല്ലാ അധികാരങ്ങളും മനുഷ്യരുടെ പുറത്തും ഉണ്ടായിരുന്നു.
മനുഷ്യനെ വിൽക്കുകയും പേടിക്കുകയും ചെയ്യുന്ന ചന്തകൾ ഏറ്റവും അവസാനം ചെങ്ങന്നൂരാണ് അടച്ചുപൂട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അടിമത്തം, യഥാർത്ഥ സാമ്പത്തിക അടിമത്തം, നമ്മളെപ്പോഴും ദളിതുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അൺടച്ചബിലിറ്റിയെക്കുറിച്ചാണ് പറയുക. അൺടച്ചബിലിറ്റി മാത്രമല്ല, അവരെ മൃഗങ്ങളെപ്പോലെ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനെ പൊട്ടിച്ച് അവർ വേറൊരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ഐഡൻറ്റിറ്റികളെയും തകർക്കുക എന്ന കൃത്രിമമായ വികൃതമായ ദേശീയ അജണ്ടകൾ വെച്ചുകൊണ്ട്, വികൃതമായ എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഇന്നിവിടെ RSSൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ ഒരു ന്യൂനപക്ഷ ദളിത് വേട്ട നടന്നുകൊണ്ടിരിക്കും. റഹീം, അത് BJP അല്ലെങ്കിൽ ഒരു ദേശീയത എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പറ്റുമോ? ഇതൊരു ചരിത്രപരമായ ഒരു കുറേ കാരണങ്ങളില്ലേ ദളിത്, മുസ്ലിം, പിന്നോക്ക സമുദായങ്ങളുടെ ഇത് ഇന്നത്തെ സ്ഥിതിക്ക് ചരിത്രപരമായ ഒരു പശ്ചാത്തലം, സാമൂഹികമായൊരു പശ്ചാത്തലം കേരളത്തിൽ പോലും അവർ അവശത അനുഭവിക്കുകയാണ്. ഒരുപക്ഷെ അവർ കൂട്ടക്കൊല ചെയ്യുന്നില്ലായിരിക്കാം. ദളിതർക്ക് അവിടെ നിന്നൊരു മോചനമുണ്ടാകാത്ത കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് പോലും അവർക്കൊരു വളർച്ച ഉണ്ടാവുന്നില്ലല്ലോ. അല്ലാണ്, കേരളത്തിലെ ദളിതരും ഇവിടെ നേരത്തെ പരാമർശിച്ചതുപോലെ മുന്നേറിയിട്ടുണ്ട്. താരതമ്യേന പറയട്ടെ, വളരെ കുറവ് താരതമ്യേന മുന്നേറിയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ സാമൂഹ്യമായ ഉച്ചനീചിത്വങ്ങൾക്ക് വിധേയമാകുന്നില്ല. അവർ സർക്കാർ സർവീസിൽ എൻറോൾ ചെയ്യപ്പെടുന്നവരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. സ്വന്തമായി ഭൂമിയുള്ളവർ, സ്വന്തമായി വീടുള്ളവർ, ഇതെല്ലാം കുലത്തൊഴിലിനപ്പുറത്തും മറ്റു തൊഴിലുകൾ തേടി പോകുന്നവരുടെ എണ്ണം, മുഖ്യധാരയിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, കൂടി വരുന്നുമുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും ദളിതർ പൂർണ്ണാവസ്ഥയിൽ അവർക്ക് നേടേണ്ടതെല്ലാം നേടിയിട്ടുണ്ട്, എത്തേണ്ടടുത്തെത്തി എന്ന് നമുക്ക് നിഗമനത്തിലെത്താനാകില്ല. പക്ഷേ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർക്കെതിരായ കടന്നാക്രമണങ്ങൾ വർദ്ധിച്ചു. ഞാൻ ശ്രീ CP ജോൺ പറഞ്ഞ എനിക്ക് യോജിക്കാവുന്ന ആശയങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ഉന്നയിക്കുന്ന മറ്റ് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് രണ്ട് ഇൻഡിക്കേഷൻസ് നമുക്കെടുക്കാം. ഒന്ന് കണക്കുകളാണ്. അതിലൊന്ന് ദളിതർക്കെതിരായ കടന്നാക്രമണങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം സാധൂകരിക്കാവുന്ന കാര്യമാണ്. ഇതൊരു കണക്കാണ്, അതിന് BJP മറുപടി പറഞ്ഞാൽ മതിയാകും, റിയാലിറ്റിയാണ്. രണ്ടാമത് എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം, നമ്മളാരും അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു ഭാഗമാണ്. ജയിലിൽ കിടക്കുന്ന അണ്ടർ ട്രയൽ പ്രിസണേഴ്സ്, ഇന്ത്യയിലാകെയുള്ള ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളികളിൽ 53% രണ്ട് സാമൂഹിക വിഭാഗങ്ങളിലുള്ളവരാണ്. ഒന്ന് മുസ്ലിംസ്, മറ്റൊന്ന് ദളിതും ട്രൈബ്സും. ഈ രണ്ടിൽ ഏറ്റവും അധികമുള്ളത് രണ്ട് സംസ്ഥാനങ്ങളിലാണ്. ഒന്ന് ഗുജറാത്ത്, മറ്റൊന്ന് രാജസ്ഥാൻ. നമ്മൾ കാണുന്ന, ഇവിടെ ഇദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നമ്മളെ കരൾ പിളർക്കുന്ന കാഴ്ചകളുണ്ടല്ലോ, ചാട്ടവാറ് കൊണ്ട് തല്ലുമ്പോൾ പോലും, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, തല്ലുമ്പോൾ പോലും ഉച്ചത്തിലൊന്ന് നിലവിളിക്കുന്ന പോലുമില്ല. ആരും നിലവിളിച്ചാൽ അടി കൂടുമോ എന്ന ഭയമാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിനെല്ലാം അപ്പുറത്ത് പുറത്തു വരുന്ന വാർത്തകൾക്കപ്പുറത്ത് സൂക്ഷ്മാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് കണക്കുകളാണ്. ഞാൻ ഉദ്ധരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കാണ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്, എവിടെയും ആർക്കും പരിശോധിക്കാവുന്ന കണക്കാണ്. ഇതൊരു കണക്കാണ്. ഇതിനെ നമ്മൾ അഭിസംബോധന ചെയ്താൽ മതിയാവും. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ചന്ദനവേട്ടയുടെ മറവിൽ, ചന്ദനക്കൊള്ളയുടെ മറവിൽ ഒരു വേട്ട നടന്നു. നമ്മുടെ വെടിവെച്ച് കുറേ പേരെ കൊന്നിട്ടു. അതിലെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അതിൽ മരിച്ചു വീണത് 10-12 പേരാണ്. അത് കൂടുതലും ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്, തൊഴിൽ തേടിപ്പോയവരാണ്. അതിലൊരാളുടെ പോലും പേര് ഇന്ത്യയിലെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും പ്രക്ഷേപണം ചെയ്തിരുന്നില്ല, പരാമർശിച്ചിരുന്നില്ല. ഇത്രയും പേർ മരിച്ചു. അപ്പോൾ തന്നെ അന്ന് KG ബാലകൃഷ്ണൻ മറ്റാണ് നമ്മുടെ കേസ് ഇടപെട്ടു, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. വലിയൊരു ശ്രദ്ധ വന്നു പോയതല്ലാതെ പേരുകളില്ലാത്ത കുറേ മനുഷ്യർ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാം പൗരന്മാരായി അവർ ജീവിക്കേണ്ടി വരുന്നു. സാമൂഹ്യമായി അവർ വിവിധ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത തെറ്റിന് ഇതുപോലെ കൊന്നുകളയുന്നു, എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് നടക്കുന്നു, തടവിൽ പാർപ്പിക്കുന്നു അനന്തമായി. അവർക്ക് കോടതി കയറാൻ ആളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ഇവരോട് സംഘപരിവാർ എടുക്കുന്ന സമീപനം പൂർണ്ണമായി, ഇപ്പോൾ നേരത്തെ ഞാനത് ആവർത്തിക്കാത്തതാണ്, അത് ഇവരുടെ ഐഡിയോളജിക്കലി തന്നെ ഇവരെ രണ്ടാം പൗരന്മാരായി കാണുന്ന സംഘപരിവാറിൻ്റെ ഒരു സമീപനം അത് ഈ പ്രശ്നങ്ങളെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വേറൊരു ഭാഗം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇതിനെ സാമൂഹ്യമായി മാത്രമല്ല നമ്മൾ കാണേണ്ടത്, സാമ്പത്തികമായി കൂടി കാണണം. എന്തുകൊണ്ടാണ് ദളിത വർദ്ധന? ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ കർഷക കലാപങ്ങൾ നടക്കുന്നുണ്ട്. വലിയ മാറ്റമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർദ്ധിച്ചു വരുന്ന കർഷക കലാപങ്ങളുടെ എല്ലാം ഇരകളാരാണ്? സമരഭൂമിയിലേക്ക് വരേണ്ടവരാണ്, ദളിതരാണ്. അവർക്കവരുടെ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ
കഴിഞ്ഞ 2 ദശാബ്ദക്കാലത്തിനിടയിൽ നടപ്പിലാക്കിയതിൻ്റെ ഫലമായി പരമ്പരാഗതമായ തൊഴിൽ നഷ്ടപ്പെട്ടത് കൂടുതലുമാർക്കാണ്. അവരുടെ ജീവിത വരുമാനം നഷ്ടപ്പെട്ടതാർക്കാണ്. ജീവിത ചിലവ് ഉയർന്നതിൻ്റെ ഭാഗമായി കൂടുതൽ അസമത്വത്തിനിരയായതാരാണ്. രാജ്യത്ത് അസമത്വം വർദ്ധിക്കുന്നു എന്നുള്ളതും കണക്കുകൾ പ്രകാരം ആർക്കും ചൂണ്ടിക്കാണിക്കാവുന്ന കാര്യമാണ്. ആ അസമത്വത്തിൻ്റെ ഇരകളായി മാറുന്നവരാണ്. ഇപ്പോൾ ഞാനൊരൊറ്റ ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ സംവരണം ഇപ്പോഴും നമുക്ക് എത്തിച്ചേരാനാകാത്ത കേരളത്തിലെ പോലും ഒരു പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഒരു ആശങ്കയും പ്രശ്നവുമാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയിൽ തുടർന്നു വരുന്ന സാമ്പത്തിക നയപ്രകാരം മുഴുവൻ സ്വകാര്യവൽക്കരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും സംവരണം പൂർണ്ണതലത്തിൽ ഇതുവരെ നടപ്പിലാക്കാനാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ സർക്കാർ സ്ഥാപനങ്ങൾ കൂടി സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്താ? ഡോക്ടർ ജയപ്രകാശ്, നമുക്ക് ഈ സംവരണമുണ്ട്, നേരത്തെ റഹീം ചൂണ്ടിക്കാണിച്ചതുപോലെ ജനാധിപത്യം അങ്ങേ അറ്റത്തെ അർത്ഥമുള്ളൊരു ജനാധിപത്യം ഇന്ത്യയിലുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഇവർക്ക് രാഷ്ട്രീയമായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്തതുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ അധികാരം ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സംവരണം വന്നുമ്പോൾ സർക്കാർ ഉദ്യോഗം കിട്ടും, ഒരു എംപവർമെന്റ് വരുന്നത്. അപ്പോൾ എംപവർമെന്റ് വരണമെങ്കിൽ രാഷ്ട്രീയ അധികാരം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ രാഷ്ട്രീയ അധികാരത്തിൽ അംബേദ്കർ മുതൽ ഇങ്ങോട്ട് വലിയ മഹാന്മാരെ അംബേദ്കർ ആദ്യം ആൾക്കാരെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് വർഗാടിസ്ഥാനത്തിലാണ്. ലേബർ പാർട്ടിയാണല്ലോ അതേ ആദ്യമായിട്ടുണ്ടായത്. കാര്യം ഇവരൊരു ഒരു ഒരു വർഗം എന്നുള്ളതല്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവരുടെ ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സംവരണ സീറ്റിനപ്പുറം റെയറായിട്ടേ പോകാറുള്ളൂ. മാത്രമല്ല മന്ത്രിസഭകളിലൊക്കെ കിട്ടുന്ന അധികാരം തന്നെ ഇപ്പോൾ പ്രസിഡൻ്റ് ആകുന്നുണ്ട്, പക്ഷേ പ്രധാനമന്ത്രി ആകത്തില്ല. പിന്നെ വേറെ ഏതെങ്കിലും പോർട്ട്ഫോളിയോ ഉള്ള മന്ത്രി ആകുന്നുണ്ട്, പക്ഷേ മുഖ്യമന്ത്രി ആകത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി ആയതുകൊണ്ട് വരും എന്നല്ല, പക്ഷേ ആ ഒരു എംപവർമെൻറ്റിനെ നമ്മൾ ആ രാഷ്ട്രീയമായിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയാണ് ഈ ദളിത് ന്യൂനപക്ഷങ്ങളുടെ, ഇപ്പം നമ്മൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കാര്യം പ്രത്യേകം പറയണം. ഞാൻ ദളിതിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പം ഈ പിന്നെ ഗുജറാത്തിൽ നിന്ന് ഒരു ന്യൂനപക്ഷ ഒരു മുസ്ലിം MLA MP പോലും വന്നിട്ടില്ല. ഉത്തർപ്രദേശ് എക്സാമ്പിളായിട്ട് നിൽക്കുന്നില്ല. അപ്പം ഈ മുസ്ലിങ്ങളുടെ ഇപ്പം ഈ ദളിതരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ സംവരണത്തിൻ്റെ അത്രയില്ലെങ്കിൽ കിട്ടുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് സംവരണം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് പിന്നെ അവരെ തഴയപ്പെടുകയാണ്. അസംബ്ലികളിൽ തന്നെ ആളില്ലാത്ത, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ ലോക്സഭയിലേക്ക് മുസ്ലിം ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് അതാ പറഞ്ഞത്, ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു എന്ന് ഞാൻ ഈ 2015 ഇലക്ഷൻ്റെ കാര്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ പറഞ്ഞത്. BJP അധികാരത്തിൽ വരുമ്പോൾ ഒരു കാരണവശാലും മതന്യൂനപക്ഷങ്ങളെയും ദളിതരെയും കൂടെ കൊണ്ടുവരാനോ ഒപ്പമിരുത്താനോ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. തെറ്റായ പ്രചരണമാണ് ജേക്കബ്. നമ്മൾ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒളിച്ചു വെച്ചുകൊണ്ടോ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഏറ്റവും കൂടുതൽ ദളിത് അംഗങ്ങൾ പാർലമെൻറ്റിലുള്ളത് BJPക്കാണ്. ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലെയും അംഗങ്ങൾ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് BJPക്കാണ്, ദളിത് MLA-മാരുള്ളത്. ഞാൻ ചോദിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങളിലെത്താൻ അവർക്കായി ബോധപൂർവം നിർബന്ധമായും അവരുണ്ടാകണം എന്ന് അനുശാസിക്കുന്ന പ്രത്യയശാസ്ത്രമുള്ളത് BJPക്കാണ്, ഭരണഘടനയുള്ളത് BJPക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദളിതരുടെ അവരെ ഏറ്റവും ആവേശത്തോടെ കണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ കേരളത്തിലെങ്കിലും. എന്നിട്ട് അവർക്ക് എത്ര പേർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതികളിൽ അംഗത്വമുണ്ട്, അവർക്ക് സ്ഥാനമുണ്ട്. അപ്പോൾ അതൊന്നും ശരിയല്ല. പിന്നെ ന്യൂനപക്ഷങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ, UP പോലുള്ള സംസ്ഥാനത്ത് നിർണായകമായ സ്വാധീനമുള്ളവരാണ് മുസ്ലിം സമുദായം. അവരും കൂടി വിചാരിച്ചതുകൊണ്ടും അവരും കൂടി പിന്തുണച്ചതുകൊണ്ടാണ് BJPക്ക് അവിടെ ഈ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷേ അവരിൽ നിന്ന് BJPയിലെ അംഗങ്ങളും BJP നേതാക്കളുമായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വന്നേനെ. അത് പാർട്ടിയുടെ പ്രാതിനിധ്യം, അത് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന അർത്ഥമില്ല നമ്മൾ. പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പിന്തുണ കലവറയില്ലാതെ BJPക്ക് കിട്ടിയതുകൊണ്ടാണ് പാർലമെന്റിൽ ഉന്നത വിജയം നേടാൻ സാധിച്ചത്, അസംബ്ലിയിൽ വിജയിക്കാൻ സാധിച്ചത്. അതിന് നമ്മൾ മറച്ചു വയ്ക്കുന്നതിനാണ്. നമുക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഉദാഹരണം, മീററ്റ്, ഫൈസാബാദ്, അഹമ്മദാബാദ് തുടങ്ങിയുള്ള നിരവധി നഗരങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷമുള്ള UPയിലെ മാർക്ക് ചെയ്യപ്പെട്ട പല മണ്ഡലങ്ങളിലും BJPയാണ് ജയിച്ചത്. അവിടെ ജീവിക്കണമെങ്കിൽ തെറ്റായ എത്രയോ അങ്ങനെയൊക്കെ നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് അവരെ അവമാനിക്കാമെന്നല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. അവര് പൂർണ്ണ മനസ്സോടെ പിന്നെ എവിടെയെങ്കിലും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മളത് പറയരുത്. കേരളത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ കൈ പീഡനങ്ങൾ അനുഭവിക്കുന്നില്ല ദളിത് വിഭാഗം. നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ കാട്ടാക്കടയിൽ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ താമസിക്കാൻ നിർബന്ധിതമായ ഒരു ദളിത് കുടുംബത്തിന്റെ കാര്യം നമ്മളൊക്കെ വായിച്ചതാണല്ലോ പത്രത്തിൽ. അവരുടെ പാർട്ടിക്കാരായിരുന്നു. അതെന്താ എന്റെ പൊന്ന് ശ്രീ MS കുമാരൻ, BJPയുടെ മണ്ഡലം പ്രസിഡന്റ് സംസാരിച്ചായിരിക്കും വളരെ നിസ്സാരമായ ദളിത് കുടുംബത്തെ 10-40 വർഷമായി താമസിച്ച മണ്ണിൽ നിന്ന് ഇറക്കി വിടാൻ
കൂട്ടുനിന്നവര് അല്ല ആ വിഷയം അതിനെ വളരെ ലളിതവൽക്കരിക്കുകയാണ്. ഒറ്റ അതൊരു ചർച്ച ചെയ്യപ്പെടാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പ്രശ്നത്തിന് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ആ കേസ് ഒരു മണിക്കൂർ വേണമെങ്കിൽ ഞാൻ സംവാദം അനാവശ്യമാണ്. ജന്മിക്ക് വേണ്ടി ജന്മിയോ? ഏത് ജന്മി? ആ വസ്തുവിന്റെ ജന്മി ഒരു ഭാഗത്ത്, മാർക്സിസ്റ്റ് പ്രവർത്തകരായ കുടുംബം വേറൊരു ഭാഗത്ത്. ഇവർക്ക് വേണ്ടി കേസ് നടത്തിയത് അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവർ വക്കീലിനെ ശരിക്കിട്ടില്ല, കേസ് നടത്താൻ. ഞാൻ പറഞ്ഞത് ദളിത് പ്രേമം അങ്ങ് എല്ലാം BJP ഭരണത്തിലാണ് അവരെല്ലാം പീഡനങ്ങൾ അനുഭവിക്കുന്നത്, അവരെല്ലാം അവഗണിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ സത്യം നമ്മൾ കാണാതെയും പോകരുത്. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളായാലും ദളിത് വിഭാഗങ്ങളായാലും നമ്മൾ ഈ ജോൺ പറഞ്ഞ ഒരു പേടിച്ചിട്ടാണ്. അതൊക്കെ വെറുതെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അവരെല്ലാം രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവരെല്ലാം ഈ കാലത്ത് ഇത്രയും കാലത്തെ ജീവിത അനുഭവത്തിൽ നിന്ന് അവരെ അനുഭവിച്ച ബോധം ഉൾക്കൊണ്ടവരാണ്. അവരെല്ലാം ഇന്ന് BJP പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചർച്ചകൾക്കപ്പുറം നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്തോ, ഞങ്ങൾ സ്ഥാനാർത്ഥിയാവും, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്തോ, നിങ്ങൾക്ക് സീറ്റില്ല. ഒരു സ്ഥാനാർത്ഥിയാകുന്ന ഒരു പാർട്ടിയിലെ പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടിയുടെ നേതാക്കന്മാരോ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് അത് ക്രമേണ വരും. അവർ BJP അംഗങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. BJPയിൽ അവർ വിശ്വസിക്കുന്നു, BJPക്ക് അവർ വോട്ട് ചെയ്യുന്നു. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് BJP എന്ന് അവർ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിരിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഡിസ്കഷൻ ഒരു ചെറിയ ഇട്ടാണ്, പ്രത്യേകിച്ച് പ്രഭാഷണമുള്ളതുകൊണ്ട്. ഇപ്പം നമ്മൾ ഡെമോക്രസിയും മെജോറിറ്റേറിയനിസം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ പറയുകയാണ്. ഇപ്പോൾ ഡെമോക്രാറ്റിക് അല്ല നമ്മൾ, BJPയും ഡെമോക്രാറ്റിക് അല്ല. ഇവിടെ 80% ഹിന്ദു വോട്ടർമാർ UPയിലുണ്ട്. അതിൻ്റെ 50% അവർ പിടിക്കുന്നത്. അപ്പോൾ 40%ആയി. കംഫർട്ടബിളാണ്. അപ്പം BSPക്കും SP-ക്കും കൂടി 42% ഉണ്ട്. പക്ഷേ അവർ ഡിവൈഡഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ BJPയുടെ RSSൻ്റെ സ്ട്രാറ്റജി എന്താണ്? അവർക്ക് മൈനോറിറ്റിയും ദളിതും ഒന്നും ഒരു വിഷയമല്ല. ഇവരുടെ ഐഡിയോളജി 50% ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ധരിപ്പിക്കുക. അപ്പോൾ 40% ഉള്ള കിട്ടി. 80ൻ്റെ 40, 80ൻ്റെ പകുതി കിട്ടുമ്പോൾ ആകെയുടെ 40ആയി. 40% കംഫർട്ടബിളാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യ ഡെമോക്രാറ്റിക് അല്ലാതാവുകയും ഒരു മെജോറിറ്റേറിയൻ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമരുകയും ചെയ്യുകയാണ്. വട്ടമേശ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ ദളിതർ എവിടെ, മുസ്ലിം ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങൾ എവിടെ, BJP ഭരണത്തിൽ. ചർച്ചയിൽ പങ്കെടുക്കുന്നത് MS കുമാർ, BJP ദേശീയ സമിതി അംഗം, CP ജോൺ, CMP ജനറൽ സെക്രട്ടറി, AA റഹീം, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം, ഡോക്ടർ ജയപ്രഭാഷ്, കേരള സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലർ, പൊളിറ്റിക്സ് വകുപ്പ് മുൻ പ്രൊഫസർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച ഇതേ സമയം.